ബിഗ് ബോസ് മലയാളം സീസൺ 7 3 ദിവസങ്ങൾ കൂടി. അപ്പൊ കഴിഞ്ഞ സീസണുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ ആവേശത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിനനുസരിച്ച് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലാണ് പ്രൊമോയും വരുന്നത്. അതായത് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കണ്ടസ്റ്റൻസിനെയൊക്കെ ശരിക്കും പൊളിച്ചെടുക്കുമെന്ന രീതിയിലാണ് പ്രൊമോ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ അല്ലെങ്കിൽ പ്രേക്ഷകർ സോഷ്യൽ മീഡിയകളിൽ ഇറക്കിയ ട്രോളുകളും അതുപോലെ കണ്ടസ്റ്റൻസിനെതിരെ സംസാരിച്ചതും പ്രേക്ഷകർക്ക് പറയാൻ ആഗ്രഹിച്ചതും പ്രേക്ഷകരുടെ എതിർപ്പും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എടുത്താണ് ഇപ്പോൾ പ്രൊമോയുടെ കണ്ടന്റ് ആയിട്ട് ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇവര് നമ്മളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ എതിർപ്പുകളും അഭിപ്രായങ്ങളും ഒക്കെ നോക്കി ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസണുകളിൽ നടന്ന പ്രശ്നങ്ങൾ കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ച് ഈ ഒരു സീസൺ കുറച്ചും കൂടി പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആക്കുമെന്ന് തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം, ഇതൊരു പ്രേക്ഷകരെ കൊണ്ടുവരാൻ മാത്രമാകുന്ന ഒരു പ്രൊമോ മാത്രമായി പോകുമോ, അതോ സീസൺ തുടങ്ങി കഴിയുമ്പോൾ ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ വന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ ശരിക്കും വറക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള പ്രൊമോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രേക്ഷകരും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് കഴിഞ്ഞ സീസണിലെ ജാൻമണിയുടെ ബിസിനസ് ക്ലാസ് ട്രോള്, അതുപോലെ തന്നെ ജിയോ സായി നന്ദനയുടെ പെങ്ങൾ പാസം, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അടുത്ത 3-ാമത്തെ കൗണ്ട് ഡൗൺ 3യുടെ പ്രൊമോ വന്നിരിക്കുന്നത് കരച്ചിൽ നാടകം, അതുപോലെ തന്നെ ക്യൂട്ട്നെസ് ഓവർലോഡ്, കുറച്ച് ദേഷ്യം, അതിന്റെയൊക്കെ കുറച്ച് ഓവർ നാടകങ്ങൾ. അതായത് മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കുറെ നാടകങ്ങൾ എല്ലാം പൊളിച്ചെടുക്കുമെന്ന രീതിയിലാണ് ലാലേട്ടൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോയിൽ കൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് ഇതൊക്കെ ഒരു ബിഗ് ബോസ് ഷോ ആകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. നമുക്കിതൊന്നും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനോ മാറ്റണമെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇതെല്ലാം ലാലേട്ടൻ എല്ലാ വീക്കെൻഡും ഇതെല്ലാം തുറന്നു കാട്ടണമെന്നോ ഇങ്ങനെ കാണിക്കുന്ന കണ്ടസ്റ്റൻസിനെ പുറത്താക്കണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു 100 ദിവസം ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഗെയിം എന്റർടൈൻമെന്റ് ഷോ കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഷോയ്ക്കുള്ളിൽ ഇവർ വന്നു കഴിയുമ്പോൾ ഓരോ വീക്കെൻഡ് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന അവരോരോ വേറൊരു ലോകത്തേക്കും വേറൊരു മൂഡിലേക്കും വരും. അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് കോംബോകളും അതുപോലെ തന്നെ ഈ പറയുന്ന ലവ് സ്ട്രാറ്റജികളും പല പല കോംബോകളും പല പാസങ്ങളും എല്ലാം അതിനകത്ത് വരും. അപ്പൊ അത് നമുക്കത് പിടിച്ചു നിർത്താനോ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസിന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ ചിലതൊക്കെ തനിയെ ജെന്യൂൻ ആയിട്ട് വരുന്നതും ചിലതൊക്കെ ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് വോട്ട് നേടാനുള്ള തന്ത്രങ്ങളുമാണ്. എന്നാൽ ഇതൊക്കെയാണ് ലാലേട്ടൻ ശരിക്കും തുറന്നു കാണിക്കേണ്ടതും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കണ്ടസ്റ്റൻസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഗെയിമിനെ വേറൊരു രീതിയിലേക്ക് തിരിച്ചുവിടേണ്ടതും. അതല്ലാതെ നമുക്കെല്ലാം പറയുന്നത് പോലെ ഈ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണെന്നുണ്ടെങ്കിൽ ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ലവ് കോംബോ ആണെന്ന് പറഞ്ഞാലും അതുപോലെ മറ്റ് ആംഗ്ല പെങ്ങൾ പാസങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചൊന്നും ഒരു ഷോയും കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ഇങ്ങനെ ഒരു പ്രൊമോ ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇത് തന്നെ എല്ലാ വീക്കും നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ബട്ട് കുറച്ച് നല്ല നല്ല സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ പാർഷ്യാലിറ്റി കുറച്ച് തുറന്ന് കാട്ടേണ്ടത് തുറന്ന് തന്നെ കാട്ടുക, ഓരോ വീക്കെൻഡും ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യുക, കുറച്ച് മുന്നോട്ട് വരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഒരു പാർഷ്യാലിറ്റിയുടെ പേരിൽ അടിച്ചമർത്താതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഈ പറയുന്നത് പോലെ ഓരോ വീക്കെൻഡും വരുമ്പം ഈ ഒരു സീസണിന്റെ 7ന്റെ പണി എന്ന് പറയുന്നത് ഒരു 7ന്റെ പണി തന്നെ ആകണം. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹിന്ദി ബിഗ് ബോസുമായിട്ട് സാദൃശ്യമുള്ള ചില ഒരു തീമും കാര്യങ്ങളും ഒക്കെയാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും ഞാൻ നോക്കാം, അതുമായി ബന്ധപ്പെട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനും കുറച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ തന്നെ ആകും. നോക്കാം എന്താണെന്നുണ്ടെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണോ എന്ന്. എന്താണെങ്കിലും കണ്ടസ്റ്റൻസിനെ അനുസരിച്ചിരിക്കും ഈ ഒരു സീസണിന്റെ വിജയവും തോൽവിയും ഒക്കെ. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ 3 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ സീസൺ 7 നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി. പ്രൊമോയിൽ കാണുന്നത് പോലെ 7ന്റെ പണി തന്നെ ആയിരിക്കണം. ഈ പറയുന്നത് പോലെ പല കാർഡുകളും വലിച്ചു കീറണം, വിക്ടിം കാർഡുകളും അതുപോലെ തന്നെ കോംബോ കാർഡുകളും ലവ് സ്ട്രാറ്റജി കാർഡുകളും പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ തന്ത്രപരമായ രീതിയിൽ പ്ലാൻ ചെയ്ത് അതിനുള്ളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പല സ്ട്രാറ്റജികളും പുറത്തു കൊണ്ടുവരണം വീക്കെൻഡിൽ. അതെല്ലാം ചോദിക്കണം. അതൊക്കെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതൊക്കെ നടക്കുമെന്ന് തന്നെ കരുതാം. പ്രേക്ഷകരുടെ താല്പര്യം അറിഞ്ഞു തന്നെ ഈ ഒരു സീസണിന്റെ ഷോ ഡയറക്ടർ കൂടിയായിട്ടുള്ള സെർഗോ വിജയരാജ് ഈ ഒരു കാര്യങ്ങൾ കൂടി പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കരുതാം. അത്യാവശ്യം പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഷോ ഡയറക്ടറാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ ഡയറക്ടർ ഇതൊക്കെ മനസ്സിലാക്കി പ്രേക്ഷകരെ അറിഞ്ഞ് ഈ ഒരു സീസൺ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.